ഇപ്പോൾ നമ്മൾ സ്റ്റവ് കത്തിച്ചിട്ട് ഫ്രൈയിങ് പാൻ അടുപ്പിൽ വെച്ചു. അതൊന്ന് ചൂടായിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മൾ ചെയ്യാൻ പോണത് വെളുത്ത നിറത്തിലുള്ള തേങ്ങാ ചട്നിയാണ്. അതിന് വേണ്ട സാധനങ്ങൾ: ചെറിയ തേങ്ങ, കുറച്ച് പൊട്ടുകടല, പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 ചെറിയ ഉള്ളി, കുറച്ച് വെള്ളുള്ളി, കറിവേപ്പില, ഉപ്പ്, എണ്ണ, കടുക്, ചുവന്ന മുളക്, പിന്നെ നമുക്ക് അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം. നമ്മളിപ്പോൾ തേങ്ങ, പച്ചമുളക്, ഇഞ്ചി, ഉള്ളി, വെള്ളുള്ളി, പൊട്ടുകടല, ഉപ്പ് ഇതെല്ലാം ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാൻ പോവാണ്. നമ്മളിത് അരയ്ക്കുന്ന സമയത്ത് കുറച്ച് തിളപ്പിച്ചാറിയിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് അരച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ തേങ്ങാ ചട്നി അരച്ചെടുത്ത് കഴിഞ്ഞു. നമുക്കിതിലിപ്പോൾ വറുത്തിടാം. എണ്ണ ചൂടായിട്ട് നമ്മളതിൽ കടുക്, റെഡ് ചില്ലി, കറിവേപ്പില ഇതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. എന്നിട്ട് നമ്മളുടെ അരച്ച് വെച്ച തേങ്ങാ ചട്നിയിൽ ഇടണം. ഇപ്പോൾ നമ്മളുടെ തേങ്ങാ ചട്നി സെർവ് ചെയ്യാൻ റെഡിയായി കഴിഞ്ഞു.